ഹായ്, ഞാൻ ഇന്നിവിടെ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഞാനിന്നിവിടെ പൊന്തി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ പോകണമെന്ന് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ ഞാനിവിടെ ആശീർവാദ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ ചേർത്തെടുക്കാൻ പോകുന്നത് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മൾ ചിലവരൊക്കെ കാണാം പച്ചവെള്ളത്തിൽ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന്. ഒരിക്കലുമല്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയാൽ പറയേ വേണ്ട, ഭയങ്കര ബലമായിരിക്കും. ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വില ഉണ്ടാവും. സോഫ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷെ അപ്പം കഴിക്കാനായി സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അത് ബലം വരും. അപ്പോൾ നമുക്കിത് ഈ ഒരു സോഫ്റ്റ്നെസ് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നല്ല വെട്ടി തിളച്ച വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നനവ് കൂടുതലായി കഴിഞ്ഞാൽ ലൂസായി പോകും മാവ്. അപ്പം ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തിട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോണത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ചെറിയൊരു നനവേ ഉള്ളൂ. ഞാൻ അപ്പോഴേക്കും ഇനി നമ്മൾ നനവ് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു പത്തിരിക്ക് കുഴക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ബൗളിലിട്ടിട്ട് കുഴച്ചെടുക്കാണ്ട് ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്തിട്ടിട്ടോ അല്ലെങ്കിൽ വലിയൊരു ചെമ്പിൻ്റെ അടപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ടൊരു മീഡിയം സൈസ് ഉരുളകളാക്കി എടുക്കണം. അതായത് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് വലുതാക്കി പരത്തിയെടുത്തിട്ടൊന്നും അതൊന്നും ഒരു ഉഷാറാവില്ല. നമുക്ക് ഇതാണ് ബെറ്റർ. ചെറിയ ഉരുളകളാക്കി ഒരു നോർമൽ വലുപ്പമുള്ളത്, നല്ല ചെറുതാവും വേണ്ട എന്നാലും എല്ലാം വലുതാവും വേണ്ട. അതുപോലെ ഒരു ദിവസം എൻ്റെ ഒരു ബ്രദർ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നല്ല ബലമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ഗൾഫിലായിരുന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ഭാവം ഉപയോഗിച്ചത് പച്ചവെള്ളം അത്രേ. അപ്പോൾ പലർക്കും ഇതറിയത്തില്ല. ചിലവരൊക്കെ പച്ചവെള്ളത്തിൽ ഇപ്പോഴും ഉണ്ടാക്കുന്നവരുണ്ടാവും, വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഉരുളകൾ പൊടിയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ആദ്യം വരുത്തുക. എന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പത്തിരിയുടെ നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുത്താലും മതി. നമുക്ക് റൗണ്ട് ഷേപ്പ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ പരത്തുന്നതിന് ഒരു ഫോമുണ്ട്. പരത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെ 5 വിരലുകൾ വിടർത്തി വെച്ചിട്ട് പതുക്കെ തിരിച്ചു കൊടുക്കുക. അല്ലാതെ സൈഡിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ താങ്ങി കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് പരക്കില്ല, നമുക്ക് നീങ്ങില്ല. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ നീങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ പതുക്കെ 5 വിരൽ കൊണ്ട് വിടർത്തി വെച്ചിട്ട് പതുക്കെ തിരിച്ചു കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് പരന്ന് കിട്ടും, നീങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നതിൽ വേറൊരു ഫോമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ നല്ല ചൂടായ ചട്ടിയിലോട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ചൂടാവുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ ബലം വെക്കും, ശരിയാവത്തില്ല. നന്നായി ചൂടായ ശേഷം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചെറിയൊരു ആവി വരുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബബിൾസ് പൊന്താൻ വേണ്ടി നിൽക്കരുത്. ആവി വരുന്നതോടുകൂടി നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ബബിൾസ് വരട്ടെ. അത്യാവശ്യം നല്ല പോലെ ബബിൾസ് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചുടുന്നതിനൊരു ഫോമുണ്ട്. 3 മറിച്ചിടൽ നമ്മുടെ ചുടൽ കഴിയണം. അതോട് കൂടിയിട്ട് നമ്മുടെ ചപ്പാത്തി നമ്മൾ സ്മൂത്തായിട്ട് നല്ല പൊന്തി, അല്ലാതെ ഒരുപാട് തവണ മറിച്ചിട്ടിട്ടും ഞെക്കി കൊടുത്തിട്ടും പ്രസ് ചെയ്തിട്ടും ഒന്നും നമ്മൾ ചപ്പാത്തി റെഡി ആവത്തില്ല, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിലവർ പൊന്തി വരാൻ വേണ്ടി ഗ്യാസിലോട്ടൊക്കെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തത് നിങ്ങൾക്ക് ബബിൾസ് വരുന്നത് നേരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല പോലെ ബബിൾസ് പൊന്തി വരുന്ന നേരത്ത് നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് പൊന്തി വരുന്നത് കാണാൻ നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ നമ്മൾ ചട്ടിയുടെ അടിയിൽ എവിടെയാണോ കത്തുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ചൂട് എല്ലായിടത്തും നേരെ എത്തണമെങ്കിൽ മാത്രമേ ചപ്പാത്തി നേരെ സ്മൂത്തായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു ഭംഗിയെ കാണാനായിട്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം അടുത്ത റെസിപ്പി ആയിട്ട്. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.